ഹലോ, നമുക്കിത് നല്ലൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ? നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തി, നല്ല എന്താ പറയാ, നല്ല ക്രാക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ബ്രൗണി. കഴിച്ചോക്കട്ടെ. ആണോ? നല്ല മോസ്റ്റ് ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സിമ്പിൾ റെസിപ്പിയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 50 ഗ്രാം ബട്ടർ എടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കാം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പം നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ മിൽക്കും ഡാർക്കും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ബ്രൗണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്യാനായിട്ടാ, അല്ലെങ്കിൽ അടിക്കോടിക്കോട്ടാ. അങ്ങനെ ഇതാ ചോക്ലേറ്റും ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രൗണി സെറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് 4 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ മതി. നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് മിക്സ് ചെയ്യണം, അത്രേ വേണ്ടൂ. എന്നിട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ ഒരു മുട്ടയിലേക്ക് പഞ്ചസാര നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം വിസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ ഒന്ന് വിസ്ക് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ബീറ്റർ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ കണ്ട 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ ഈ ഒരു പരിവായിട്ട് കിട്ടും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടൻ്റെ മിക്സിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ്. അടുത്തതായിട്ട് വേണമെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഒരു തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരിച്ചെടുക്കുന്ന പ്രോസസ്സ് മാറ്റരുത് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതങ്ങ് പോയിക്കോളുമല്ലോ, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ ഇതാ അരിച്ചെടുത്തതിന് ശേഷം 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരേ റൊട്ടേഷനിൽ തന്നെ മിക്സ് ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 kgൻ്റെ അളവിലാണ് ഈ ഒരു ബ്രൗണിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1/2 kg ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയിലേക്ക് കൊക്കോ പൗഡറും മൈദയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സംഭവം തൊടുമ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ചൂടൊന്നും ഉണ്ടായി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ അത് ഒഴിച്ചിട്ട് നമുക്കിതും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റും കൂടി നല്ലോണം മിക്സ് ആയി കൊടുത്തതിന് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതാ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറുതായാലും മതിയാവും കേട്ടോ, 7 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. അത് മസ്റ്റാണ് കേട്ടോ, ബട്ടർ പേപ്പർ, അതല്ലെങ്കിൽ അടിക്ക് പിടിച്ചോവും. എന്നിട്ടിതാ നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബ്രൗണിയിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഡീമോൾഡ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരേ സ്ഥലത്ത് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലിൽ നമുക്ക് ചോക്ലേറ്റ് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.